എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പറയാൻ മുട്ടി നിൽക്കുന്നത് ഒരു ടെൻഷന്റെ കഥയാണ്. ചില ആൾക്കാർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്ന് അതിന്റെ വിഷം ഒന്ന് പുറത്തേക്ക് വെക്കണം എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണം എന്നൊരു തോന്നലുണ്ടാകത്തുള്ളൂ. അതായത് ഇവന് ടെൻഷൻ വന്ന വിശപ്പ് വരും, അപ്പോൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരു കൂട്ടുകാരൻ, കിടു ഐറ്റം, റയർ പീസ്, ഇവൻ കൂടി കഴിഞ്ഞാൽ വംശനാശം. അതായത് ഞാനിവനും കൂടിയേ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ചെറു ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഈ ടെൻഷൻ എപ്പോൾ വരും എന്ന് ഇവൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ നിക്കറിൻ്റെ പോക്കറ്റിൽ കുറേ മിച്ചറുമായിട്ടുണ്ട് വരും. അത് മാത്രമല്ല, ഇവനിത് ശബ്ദം കേൾപ്പിക്കാതെ തിന്നാനുള്ള ടെക്നോളജിയൊക്കെ ഇവൻ്റെ കയ്യിലുണ്ട്. ഒരു ദിവസം എൻ്റെ അമ്മ എരിവുള്ള മിച്ചറിന് പകരം മധുരമുള്ള മിച്ചർ മേടിച്ച് വീട്ടിൽ വെച്ച് ഇവൻ അത് വാരി പോക്കറ്റിലോട്ട് വന്ന് ക്ലാസ്സിലിരുന്ന് തിന്ന് ഉച്ച കഴിഞ്ഞപ്പം ഈ മധുരം തേടി ഉറുമ്പ് വരാൻ തുടങ്ങി. ഉറുമ്പ് വരാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിൽ മിച്ചറിൻ്റെ ആ അവശിഷ്ടം കിടക്കുവാണല്ലോ. ഇവൻ ഉച്ച കഴിഞ്ഞത്തെ പീരീഡിൽ നല്ല സൂപ്പർ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ തുടങ്ങി. സംഭവം വേറൊന്നുമല്ല, ഇവൻ്റെ പുറത്തു പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഉറുമ്പ് പിടിച്ച് കടിച്ചിട്ട് അതിനെ പറിച്ചു കളയാൻ പറ്റുന്ന പാടാണ് ഈ സ്റ്റെപ്പ്. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുവാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവൻ സ്കൂളിലേക്ക് വരുന്നത് ഇവൻ ബാഗിൽ ഒരു ടീഷർട്ട്, ആ ടീഷർട്ടിൽ പൊതിഞ്ഞ് ബാഗിനകത്ത് വെച്ചുകൊണ്ട് വരും. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. രാവിലെ ഇവൻ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഭക്ത കുചേലനാണെന്ന്. അതൊന്നുമല്ല, ഇന്നോടത്തെ ശാന്തിക്കാരൻ്റെയൊക്കെ ചെന്നിട്ട് ചോദിക്കും, ശാന്തി ഇന്നിവിടെ വല്ല കല്യാണം വല്ലതും ഉണ്ടോ? അപ്പോൾ ശാന്തി ചില ദിവസം പുള്ളി പറയും, ഉണ്ട്, ഇന്ന് നല്ലൊരു മുഹൂർത്തം ഉണ്ട്, ഇന്നൊരു കല്യാണം ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ അന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാകുമ്പോൾ ഇവൻ നേരെ ആ യൂണിഫോമിൻ്റെ മുകളിലേക്ക് ആ ടീഷർട്ട് എടുത്തിട്ട് നേരെ സദ്യാലയത്തിലേക്ക് ഓടും. ഏത് അമ്പലത്തിൻ്റെ സദ്യാലയത്തിലേക്ക്. അമ്മ വരുന്നില്ല. അപ്പോൾ ഓർക്കും ഈ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇവൻ ചെറുക്കൻ്റെ കൂട്ടരാണെന്ന്. അല്ല, എന്നാൽ പെണ്ണിൻ്റെ ടീമാണ്. അതുമല്ല, ഇവൻ കോമൺ കല്യാണ ഉണ്ണി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അവൻ. പിന്നെ അതുപോലെ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ടീച്ചർമാരെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ ബഹുമാനമൊന്നും കാണിക്കത്തില്ല. HMനെ കണ്ടാലും വലിയ ബഹുമാനമൊന്നും കാണിക്കത്തില്ല. പക്ഷേ സ്കൂളിലെ കഞ്ഞി നോക്കണ ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്നിട്ട് ഗുഡ് മോർണിംഗ് ചേച്ചി എന്നൊക്കെ പറയും. സംഭവം വേറൊന്നുമല്ല, ഈ ടെൻഷൻ വരുമ്പോൾ വിശക്കുമല്ല, അപ്പോൾ ഓടി കഞ്ഞിപ്പുറലേക്ക് വേണം പോകാൻ. അതാണ് സംഭവം. അങ്ങനെ ഇവൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ അവൻ കുത്തിയിരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ ഒരു ക്ലീഷ ചോദ്യം വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന മുകളിൽ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കുമ്പോൾ ഇവന് ടെൻഷൻ വരും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അറിയല്ല, വിശപ്പ് വരും. അങ്ങനെ ടെൻഷൻ വന്ന് വിശപ്പ് വന്ന് ഈ വിശപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഇവൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛന് വീടിനൊക്കെ പെയിൻറ്റിങ്ങിന് വർക്കാം. അപ്പോൾ പുള്ളി ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോകാനായിട്ട് ഇരിക്കുമ്പോൾ ഇവൻ അതുപോലെ തന്നെ TV ഒക്കെ വെച്ചുകൊണ്ട് വാതിക്ക് ഹാളിൽ സെറ്റ് ചെയ്യൽ ആട് ചവക്കുന്ന പോലെ ഏണ്ടൊക്കെ ചവച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, മോനെ ഇന്ന് പണി സൈറ്റിൽ ഒരാളുടെ കുറവുണ്ട്, നീയും കൂടെ വന്നു കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീർക്കാമായിരുന്നു. പറഞ്ഞു ഇവൻ ചോദിച്ചു, എവിടെ വെച്ചാൽ പണി? അപ്പോൾ അവിടെ കൂറ്റുവലി ജംഗ്ഷൻ്റെ അവിടെ. ജംഗ്ഷൻ്റെ എവിടെ? ഏത് വീട്? ആ ജംഗ്ഷൻ്റെ ഇവിടെ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ 4ാമത്തെ വീട്. അപ്പോൾ ഇവൻ, ഏത്? ആ മുടിചുരുണ്ട ചിഞ്ചുവിൻ്റെ വീട്ടിലാ. അച്ഛൻ ഞാനവളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുകയാണ്, അവളുടെ വീട്ടിൽ ഞാൻ പണിക്ക് വരണ. അച്ഛനിത് തമാശ, ഇതെനിക്ക് എൻ്റെ ജീവിതമാണെന്ന്. പുള്ളി ഒരു അക്ഷരം വേണ്ടിയില്ല. അപ്പോൾ ഇത് കേട്ടണ്ട് അടുക്കളയെന്ന് ഇവൻ്റെ അമ്മ പുറത്തേക്ക് വന്നു. അമ്മ പറഞ്ഞ്, ചേട്ടാ കുടുംബശ്രീന്ന് എല്ലാവർക്കും ലോൺ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു ലോണിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ എഴുതി തരണം. ഇവനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ച്, എന്താണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ് എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ? ചില ആൾക്കാർ പശുവിനെ വാങ്ങണം എന്ന് പറഞ്ഞ് ലോൺ തരണം എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റു ചില ആൾക്കാർ വീട് റിപ്പയർ ചെയ്യുന്ന ആവശ്യത്തിനായിട്ട് ലോൺ തരണം എന്ന് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് ഇവനൊരു നോട്ടം നോക്കിയിട്ട് പുള്ളി അങ്ങ് പണിക്ക് പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പം അമ്മ ഈ അപേക്ഷ എടുത്തൊന്ന് വായിച്ചു നോക്കി. അപ്പോൾ അപേക്ഷയിൽ എഴുതിയിരിക്കുന്നു, വീട്ടിലെ പോത്തിൻ്റെ ഭക്ഷണ ആവശ്യത്തിനായി 50,000 രൂപ ലോൺ തന്ന് സഹായിക്കണമെന്ന്. അപ്പോഴാണ് ഇവൻ അച്ഛൻ ഈ നോട്ടം നോക്കിയിട്ട് പോയതിൻ്റെ കാര്യം മനസ്സിലായത് അമ്മയ്ക്ക്. പക്ഷേ നമ്മുടെ ചെറുക്കനെ സംബന്ധിച്ചോളം അവന് തന്നൊരു വിഷയമുള്ള കേസല്ല. കാര്യം തൊഴിലുറപ്പിന് പോണ അമ്മയ്ക്ക് കിട്ടുന്ന 500 രൂപ പറ്റിച്ച് മേടിച്ചുകൊണ്ട് പോയി ബിരിയാണി തിന്നുന്ന ടീമാണ് ഇവൻ. അത് പക്ഷേ ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോളേ ചേട്ടാ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഇവനൊരു ദിവസം ബിരിയാണി കഴിക്കാൻ പോയിട്ട് ബിരിയാണി കയ്യിലൊരു പാഴ്സലും മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പം അമ്മ ചോദിച്ചു, ബിരിയാണിക്കട തൊട്ടടുത്തല്ലേ, ഇത് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോന്നാൽ പോരായിരുന്നാ, ഇത് പാഴ്സൽ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? അപ്പോൾ അവൻ പറയണേ, ഞാൻ കടയിലിരുന്ന് 2 ബിരിയാണി തിന്ന് ഒരു ബിരിയാണിയോട് വേണമെന്ന് കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെപ്പറ്റി എന്നാ വിചാരിക്കുമെന്ന് ഓർത്ത് ഞാൻ പാഴ്സൽ മേടിച്ച് വന്ന് ഇവിടെ നിന്ന് തിന്നാൻ പോകണമെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനൊരു ആചാന ബഹു ഒരു സാധനമാണെന്നല്ലേ. അല്ല, ഇവൻ വാഴക്കാപ്പത്തിന് ചെറുപ്പം വന്ന പോലെ ഒരുത്തൻ. അപ്പോൾ ഈ അമ്മ പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു. അമ്മയുടെ ആങ്ങളെടുക്കെ, അതായത് ഇവൻ്റെ അമ്മാവൻ്റെ പറഞ്ഞ്, ചേട്ടാ ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, എവിടെയെങ്കിലും ഇവനെ ജോലിക്കാക്കണം, എവിടെയെങ്കിലും കൊണ്ട് ജോലിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പുള്ളിയുടെ പരിചയത്തിൽ
ഒരാൾക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് പുള്ളി. അപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് ആ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പം അവിടെ ഇവരെ പോലെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, അവനോട് നിന്നോട്ടെ, ഇവരുടെ താമസിക്കാം, ഒരു കുഴപ്പമില്ല. മാത്രമല്ല തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാം, എല്ലാ ശനിയാഴ്ചയും ഞാൻ കൃത്യമായിട്ട് ഇവന് കൂലി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അമ്മാവൻ നോക്കിയപ്പം കൊള്ളാം, താമസം, ഫുഡ്, ഇത് മതി, ഇവിടെ നിൽക്കട്ടെ, കൂലിയുണ്ട്, ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇവനെ നിർത്തിയിട്ട് പോകുന്നു. ശനിയാഴ്ച ദിവസമായപ്പം അമ്മാവൻ്റെ ഫോണിലേക്ക് ഇവൻ്റെ ഒരു കോള്. അമ്മാവോ എന്നാ ഉണ്ട് വിശേഷം, ഒന്ന് ഇവിടം വരെയൊക്കെ വന്നേ. അപ്പോൾ അമ്മാവനെ നല്ല കുരുത്തമുള്ള പയ്യനാ, അവൻ എന്നെ വിളിച്ചല്ലോ, ഇവനെ പറ്റിച്ചൊരു പൈൻറ്റ് മേടിച്ചടിക്കണമെന്ന് പറഞ്ഞ് പുള്ളി കത്തിച്ചു വിട്ട വാണം പോലെ ബൈക്ക് കൊടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിൽ ചെന്നു. അപ്പോൾ അമ്മാവനെ കണ്ടപാടെ പുള്ളി പറയും, അവൻ പറഞ്ഞു, അമ്മാവ ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല, അപ്പുറത്തെ ഹോട്ടലിൽ ഒരു 2000 രൂപ പറ്റു കൊടുക്കാനുള്ളത്. അപ്പം അമ്മ പറഞ്ഞു, അതിനെന്താ, നിനക്ക് കൂലി കിട്ടിയ പൈസ എന്നാ പൈസ കൊണ്ടെടുത്ത് കൊടുക്കണം. അപ്പോൾ ഇവൻ പറയുവാണ്, അല്ല കൂലി കിട്ടിയ പൈസ ഞാൻ കൊടുത്ത്, അത് കൂടാതെയാണ് 2000 രൂപ കൊടുക്കാറുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതെന്ത് തീറ്റയാണ് നിന്നത്, ഇതുപോലെ ചോദിക്കാം, ഇത് ഇന്നാണ് നമുക്ക് നീ വന്നേ, ആ ഹോട്ടലിലേക്ക് വന്നേ, നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മാവനും ഇവരും കൂടെ നേരെ ആ ഹോട്ടലിൽ ചെന്ന് ആ കടക്കാരൻ്റെ ഒക്കെ പറഞ്ഞ്, എടാ താനിത് പറ്റാണ് എഴുതി വെച്ചേക്കണത്, പറ്റിപ്പാണ് എഴുതി വെച്ചേക്കണത്, ഇത് എന്ത് കണക്കാണ് എഴുതി വെച്ചേക്കണത്, ഇത് ആര് കഴിച്ച സാധനം. അന്നേരം ആ ഹോട്ടലുകാരൻ പറയുവാണ്, നിങ്ങളുടെ ഈ ചെറുക്കൻ രാവിലെ 6 മണിയാകുമ്പോൾ വരും, 6 പൊറോട്ടയും ചാറും കഴിക്കും, ബീഫ് കറി വേകുമ്പോൾ പിന്നെയും വരും, അപ്പോഴും കഴിക്കും പൊറോട്ട, ഉച്ചയ്ക്ക് കനത്ത ചോറും അതിനൊത്ത കറിയും കഴിക്കും, വൈകിട്ടാകുമ്പോൾ 10 ചായയും 20 കടിയും കഴിക്കും, അവനെൻ്റെ പ്രീമിയം കസ്റ്റമറാണ്. അമ്മാവൻ്റെ പോക്കറ്റിൽ നിന്ന് 2000 ഈശി പൂശി. അമ്മാവൻ പറഞ്ഞേ, മകനെ നീ വീട്ടിൽ ഇരുന്ന് തിന്നണ തന്നെയാണ് എനിക്കും നിനക്കും നല്ലത്, നീ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇവൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇവൻ നേരെ വീട്ടിലേക്ക് ചെന്ന്. ഇവൻ വീട്ടിലേക്ക് ചെല്ലുമ്പം വീടിൻ്റെ ഉമ്മറത്ത് ഇവൻ്റെ അച്ഛനും ചേട്ടനും കൂടി അവിടെ ഇരിക്കുന്നു. അത് മാത്രമല്ല, അവരുടെ വീടിൻ്റെ മുറ്റത്ത് കാക്ക എവിടുന്നോ ഒരു കപ്പ വറുത്തതിൻ്റെ പാക്കറ്റ്, 4 കപ്പ വറുത്തതിൻ്റെ പാക്കറ്റ് കൊത്തിക്കൊണ്ടുവന്നാൽ മുറ്റത്തിട്ടിരിക്കുന്നു. ഇവൻ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ കപ്പ വറുത്തതിൻ്റെ പാക്കറ്റാണ്. ഉടനെ ഇവൻ, ആരുടെ വീട്ടിൽ കപ്പ വറ മേടിച്ചത്, എനിക്ക് ഇപ്പോൾ അറിയണം, എനിക്ക് വരാതെ ഈ കപ്പ വറുക്കുന്നത് ആരാണെന്ന് ഇപ്പോൾ അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ അച്ഛൻ ചേട്ടനെ ഒന്ന് കണ്ണീർ കാണിച്ചിട്ട് ഒരു ചെറിയ നമ്പർ ഇട്ട്, എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ ഈ കപ്പ എന്നിട്ട് ഈ പാക്കറ്റ് ഒന്ന് വിട്ടിരുന്നു, ആ ചെറുക്കൻ അന്ന് കണ്ടു കഴിഞ്ഞാൽ ബഹളാവെന്ന് ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. ഉടനെ ചേട്ടൻ, അയ്യോ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. ഇതങ്ങോട്ട് കേട്ടതും ഇവൻ ചേട്ടൻ്റെ തല പിടിച്ച് കട്ടളപ്പടി ഒരു ഒറ്റടി, പേരക്കയുടെ വലിപ്പത്തിൽ നെറ്റിക്കൊരു മുഴ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായി. അച്ഛനടപെട്ട് ഇനി ആരും ഇവിടെ ഒരു കോപ്പും കഴിക്കണമെന്ന് പറഞ്ഞ് അടുക്കള ചെന്നിട്ട് കറിച്ചട്ടിയൊക്കെ ഇടുന്ന നിലത്തിട്ട് പൊട്ടിച്ച് അച്ഛൻ ഭയങ്കര സീൻ. അമ്മ ഉച്ചയ്ക്ക് തൊഴിലുറപ്പം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കറിയൊന്നുമില്ല, വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നു. അപ്പോൾ ചോദിച്ച് ഇതെന്ത് പറ്റിയാന്ന് ഇവനോട് ചോദിച്ചു. അപ്പോൾ ഇവൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, എടീ ചോറ് വിളമ്പ്, ആധികാരികമായിട്ടൊരു പറച്ചില്. ഒരു 3 പാത്രത്തിൽ ചോറ് വിളമ്പി ഇവരെ 3 പേരെയും കൂടി അമ്മ നിലത്തിരുത്തി. എന്നിട്ട് തൊട്ടടുത്ത് ഉപ്പുമാങ്ങ ഭരണിയിൽ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് ഒരു നൂലെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇവരുടെ 3 പേരുടെയും വായുടെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. അവരവരുടെ വായുടെ ഫ്രണ്ടിൽ ഉപ്പുമാങ്ങ വരുമ്പോൾ അവിടുത്തെ ചെറിയൊരു കടി കടിക്കും, ചോറ് തിന്നും, ചെറിയൊരു കടി കടിക്കും, ചോറ് തിന്നും. ഇങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇതൊക്കെ ഇവിടെ വരുന്ന ഡയലോഗ് വേണ്ടിട്ടാ. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ ചെറുക്കൻ 2ാമതും ചോറ് മേടിച്ച് തിന്നു. അവന് ഇന്ന സാധനം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവൻ മൈസൂർ പാക്കും മത്തിവറുത്തും കൂടെ കഴിക്കും, ചായയും ചെമ്മീൻ ചമ്മന്തിയും തിന്നും, കക്ക ഇറച്ചിയും കപ്പുവെക്കും കൂടെ തിന്നും. അവൻ ഇന്ന സാധനം വേണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്ത ഒരുത്തനാണ്. പക്ഷേ ഇപ്പം ഇവൻ കാരണം എനിക്ക് ടെൻഷൻ വന്നിരിക്കുകയാണ്. അവനിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഫോണിൽ തുരുതിര വിളിയാണ്. അവനെ വിളിച്ചിട്ട് പറയണേ, നമുക്കിനോട് കൂടെ ഒരു ഹോട്ടൽ തുടങ്ങാമെന്ന്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ അവനുമായിട്ട് ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു കാര്യം ഉറപ്പാണ്, ഭക്ഷണ സാധനമൊന്നും വേസ്റ്റ് ആകത്തില്ല. എന്തെങ്കിലും ടെൻഷൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് നിന്നോളും. പക്ഷേ എൻ്റെ അവസ്ഥയാ, ചട്ടിയിലും ഒന്നും കാണിയാലും പെട്ടിയിലും ഒന്നും കാണാത്ത അവസ്ഥയായി പോവേണ്ടത്. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനുമായിട്ട് ചേർന്ന് ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. വേറെ ഒന്നും കൊണ്ടല്ല, കിടു ഐറ്റം, റയർ പീസ്, ഇവൻ കൂടി കഴിഞ്ഞാൽ വംശനാശം.